നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ നഴ്സുമാരുടെ സമരം ശക്തമായി തുടരുന്നു. കളക്ടറുടെ ഉത്തരവിൽ പ്രതിഷേധിച്ച് നഴ്സിംഗ് വിദ്യാർത്ഥികൾ കളക്ടറേറ്റ് ഉപരോധിച്ചു. കളക്ടറുടെ ഉത്തരവിനെതിരെ CPI-ഉം ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലും രംഗത്ത്. ഭരണശ്ശേരി മേഖലയിൽ ചുഴലിക്കാറ്റ്, നിരവധി മരങ്ങൾ കടപുഴകി. സെമിത്തേരി ചാപ്പലിന്റെ മേൽക്കുര പറന്നുപോയി. മരം വീണ് ജില്ലാശുപത്രി റോഡിൽ മണിക്കൂറുകളോളം ഗതാഗത സ്തംഭനം. ഇരിട്ടി അങ്ങാടിക്കടവിൽ മാവോയിസ്റ്റ് പോസ്റ്ററിൽ ക്വാറികൾക്കും ഭരണകൂടത്തിന്റെ ജനവിരുദ്ധ നടപടികൾക്കുമെതിരെ സായുധ പോരാട്ടത്തിന് ആഹ്വാനം. പോലീസ് അന്വേഷണം തുടങ്ങി. വിശദമായ വാർത്തകളിലേക്ക്. നഴ്സിംഗ് വിദ്യാർത്ഥികൾ കണ്ണൂർ കളക്ടറേറ്റ് ഉപരോധിച്ചു. നഴ്സുമാരുടെ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾ ആശുപത്രികളിൽ ജോലി ചെയ്യണമെന്ന കളക്ടറുടെ ഉത്തരവിൽ പ്രതിഷേധിച്ചാണ് ഉപരോധം. സ്റ്റുഡൻസ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന ഉപരോധത്തിൽ ജില്ലയിലെ മുഴുവൻ നഴ്സിംഗ് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. SNA സ്റ്റേറ്റ് പ്രോഗ്രാം ചെയർമാൻ റമീസ് ഉദ്ഘാടനം ചെയ്തു. കളക്ടറുടെ ഉത്തരവ് പിൻവലിച്ചില്ലെങ്കിൽ നാളെ മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുമെന്ന് വിദ്യാർത്ഥികൾ അറിയിച്ചു. നഴ്സുമാർ നടത്തുന്ന സമരത്തെ നേരിടാനാണ് ജില്ലാ കളക്ടർ ജില്ലയിലെ നഴ്സിംഗ് കോളേജുകളിലെ 1ാം വർഷക്കാർ ഒഴികെയുള്ള വിദ്യാർത്ഥികളെ സമരം നടക്കുന്ന ആശുപത്രികളിലെത്തിക്കാൻ ഉത്തരവിട്ടത്. കേരളത്തിൽ നഴ്സിംഗ് രജിസ്ട്രേഷൻ ഇല്ലാത്തവർ സംസ്ഥാനത്തെ ഒരു ആശുപത്രിയിലും ജോലി ചെയ്യാൻ പാടില്ലെന്ന നഴ്സിംഗ് കൗൺസിലിന്റെ ചട്ടം നിലനിൽക്കുമ്പോഴാണ് കളക്ടർ വിവാദ ഉത്തരവിറക്കിയത്. ഇതിനെതിരെയാണ് സ്റ്റുഡൻസ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ കളക്ടറേറ്റ് പടിക്കൽ ഉപരോധ സമരം സംഘടിപ്പിച്ചത്. കളക്ടറുടെ ഉത്തരവ് പിൻവലിച്ചില്ലെങ്കിൽ നാളെ മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുമെന്നും സ്റ്റുഡന്റ് നഴ്സസ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ജില്ലയിലെ 2000-ഓളം നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് ഉപരോധ സമരത്തിൽ പങ്കെടുത്തത്. കളക്ടറുടെ വിവാദ ഉത്തരവിനെതിരെ രാഷ്ട്രീയ യുവജന സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. INA ദേശീയ സെക്രട്ടറി വിനീത് കൃഷ്ണൻ, സംസ്ഥാന പ്രസിഡന്റ് ലിബിൻ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. അതിനിടെ കളക്ടറുടെ ഉത്തരവിനെതിരെ വ്യാപക പ്രതിഷേധം. നഴ്സിംഗ് വിദ്യാർത്ഥികൾ രോഗികളെ പരിചരിക്കണമെന്ന ഉത്തരവ് ചട്ടവിരുദ്ധമാണെന്ന് കാണിച്ച് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ കണ്ണൂർ കളക്ടർക്ക് കത്ത് നൽകി. കളക്ടറുടെ ഉത്തരവിനെതിരെ CPI-ഉം രംഗത്ത് വന്നു. ഉത്തരവിനോട് വിയോജിക്കുന്നുവെന്നും ഇത് പല പ്രത്യാഘാതങ്ങൾക്കും ഇടയാക്കുമെന്നും ജില്ലാ സെക്രട്ടറി P. ജയരാജൻ പ്രസ്താവനയിൽ പറഞ്ഞു. നഴ്സുമാരുടെ സമരം ന്യായമാണെന്നും എന്നാൽ INA നേതൃത്വം സമരം നീട്ടിക്കൊണ്ടുപോകുകയാണെന്നും ചൂണ്ടിക്കാട്ടിയ P. ജയരാജൻ 20-ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചയിൽ സമരം ഒത്തുതീർപ്പാക്കാൻ INA തയ്യാറാവണമെന്നും ആവശ്യപ്പെട്ടു. സമരം ചെയ്യുന്ന നഴ്സുമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് KSPA കണ്ണൂർ ജില്ലാ കമ്മിറ്റി കൊയിലി ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് MP വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ TP രാജീവൻ, P. അബൂബക്കർ, രവീന്ദ്രൻ കോയോടൻ, P. ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സമരം ഒത്തുതീർപ്പാക്കി പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന് MP വേലായുധൻ ആവശ്യപ്പെട്ടു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് 100% പൂർണ്ണമായും രോഗിയോടൊപ്പം നിൽക്കുന്ന നേഴ്സുമാർക്ക് അർഹമായ വേതനം കൊടുക്കണം. അതിനെന്താണ് മടി? നമ്മുടെ അധികാരത്തിന്റെ സർക്കാരിന് എന്താണ് അത് കൊടുക്കണമെന്ന് പറയാനുള്ള ധൈര്യമില്ലാത്തത്? ഇതെല്ലാം ഒരു ഒത്തുകളിയുടെ ഭാഗമാണ്. ഭരണശ്ശേരി മേഖലയിൽ ചുഴലിക്കാറ്റ്, നിരവധി മരങ്ങൾ കടപുഴകി. സെമിത്തേരി ചാപ്പലിന്റെ മേൽക്കുര പറന്നുപോയി. മരം വീണ് ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ ഗതാഗതം സ്തംഭിച്ചു. ഇന്ന് പുലർച്ചെയാണ് ഭരണശ്ശേരി മേഖലയിൽ കാറ്റ് ആഞ്ഞുവീശിയത്. ഭരണശ്ശേരി മേഖലയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ സെമിത്തേരി ചാപ്പലിന്റെ മേൽക്കൂര പൂർണ്ണമായും പറന്നുപോയി. ഇരുമ്പ് പൈപ്പും ഷീറ്റും ഉപയോഗിച്ച് നിർമ്മിച്ച മേൽക്കൂരയാണ് പറന്നുപോയത്. 4.5 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ഇന്ന് പുലർച്ചെ 5ഓടെയാണ് പ്രദേശത്ത് ചുഴലിക്കാറ്റ് ഉണ്ടായത്. ചാപ്പലിന്റെ 10 മീറ്ററോളം അകലെയാണ് മേൽക്കൂര കിടക്കുന്നത്. സെൻട്രൽ സ്കൂൾ പരിസരം, പട്ടാള ക്യാമ്പ് എന്നിവിടങ്ങളിൽ നിരവധി മരങ്ങളും കടപുഴകി. ജില്ലാ ആശുപത്രിയിലെ കാരുണ്യ ഫാർമസിക്ക് മുമ്പിലെ മരം കടപുഴകി ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു നീക്കിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പ്രഭാത് ജംഗ്ഷനിൽ നിരവധി ഫ്ലക്സ് ബോർഡുകളും തകർന്നു വീണിട്ടുണ്ട്. ചുഴലിക്കാറ്റിൽ പ്രഭാത് ജംഗ്ഷന് സമീപത്തെ കൂറ്റൻ പേരാൽ മരം ചിരിഞ്ഞു. അപകട സാധ്യത കണക്കിലെടുത്ത് പേരാൽ മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചുമാറ്റി. ഇതേ തുടർന്ന് ജില്ലാ ആശുപത്രി റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. നിരവധി സ്കൂൾ കുട്ടികളും മറ്റു യാത്രക്കാരും ദിനംപ്രതി കടന്നുപോകുന്ന വഴിയാണിത്. സമീപം പാർക്ക് ചെയ്യുന്ന ടാക്സി ഡ്രൈവർമാരാണ് കൂറ്റൻ പേരാൽ മരത്തിന് സമീപം നിലത്ത് വിള്ളലുകൾ കണ്ടത്. തുടർന്ന് നോക്കിയപ്പോഴാണ് മരം ഒരു വശത്തേക്കായി ചെരിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു. രാവിലെ ഞങ്ങൾ ഒരു 9 മണിയാകുമ്പോൾ ഈ സമയത്ത് ഇവിടെ എത്തിയ സമയത്താണ് ഇത് കണ്ടത്.
ആദ്യം ഒരു ചെറിയൊരു ലൈന് പോലെ കണ്ടുള്ളൂ, ഭൂമി ഇങ്ങനെ ഒരു വര വീണതുപോലെ. കുറച്ച് സമയം കഴിഞ്ഞ് ഒരു കാറ്റ് ചെറിയ വന്നേരം കുറച്ചും കൂടി ഗ്യാപ്പായി വന്നു. അതുപോലെ ഈ സൈഡിൽ നിന്ന് മരങ്ങളൊക്കെ ഇങ്ങനെ ചെറുക്കി ഈ വേരുകളൊക്കെ ഇങ്ങനെ താണു വരുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഞങ്ങളാണ് വിളിച്ച് പറഞ്ഞത്, ഓരോ ആൾക്കാരെയും ഫയർ സർവീസിൽ വിളിച്ച് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾക്ക് അത്രയും പരിചയമുള്ളത് ആൽമരാണിത്, അതിൻ്റെ ഓരോ നീക്കങ്ങളും നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ കാലത്ത് വന്ന ഉടനെ നമ്മൾ അങ്ങ് ദൂരത്ത് നിന്ന് നോക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ വിവരം അറിയിച്ച് ആൾക്കാർ വന്നു. തുടർന്ന് KSEB അധികൃതർ സ്ഥലത്തെത്തി ഇതുവഴിയുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനു ശേഷമാണ് മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റിയത്. മരം മുറിക്കുന്നതിനെ തുടർന്ന് മണിക്കൂറുകളോളം ഇതുവഴിയുള്ള വൈദ്യുതി ബന്ധവും ഗതാഗതവും തടസ്സപ്പെട്ടു. ഇരിട്ടി അങ്ങാടിക്കടവിൽ സായുധ പോരാട്ടത്തിന് ആഹ്വാനം ചെയ്ത് മാവോയിസ്റ്റ് പോസ്റ്ററുകൾ. ക്വാറികൾക്കും ഭരണകൂടത്തിന്റെ ജനവിരുദ്ധ നടപടികൾക്കുമെതിരെയാണ് പോസ്റ്ററുകൾ പതിച്ചത്. പോലീസ് അന്വേഷണം തുടങ്ങി. അയ്യൻകുന്ന് പഞ്ചായത്തിലെ കളിത്തട്ടുംപാറയിൽ പുതിയ കരിങ്കൽ ക്വാറികളും ക്രഷറും അനുവദിക്കാനുള്ള നീക്കം നടക്കുന്നതിനിടയിലാണ് CPI മാവോയിസ്റ്റ് എന്ന പേരിൽ സായുധ പോരാട്ടം ആഹ്വാനം ചെയ്ത് പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. ക്വാറികൾ സ്ഥാപിക്കുന്നത് തടയുക, മണ്ണിനും കാടിനും വെള്ളത്തിനും മേൽ ജനകീയ അധികാരം സ്ഥാപിക്കുക, ഭരണകൂടത്തിന്റെ ജനവിരുദ്ധ നടപടികൾക്കെതിരെ കലാപം ചെയ്യുക, ഭരണവ്യവസ്ഥിതിക്കെതിരെ സായുധ പോരാട്ടത്തിന് അണിനിരക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് അയ്യൻകുന്ന് പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെയും ടൗണിലെയും ചില സ്വകാര്യ കെട്ടിടങ്ങളിൽ പതിപ്പിച്ച പോസ്റ്ററുകളിൽ പറയുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും ഒത്താശയോടെയാണ് ഇവിടെ ക്വാറികളും ക്രഷറുകളും സ്ഥാപിക്കുന്നതെന്നും ലക്ഷക്കണക്കിന് രൂപയുടെ കോഴ ഇടപാടാണ് ഇവിടെ നടക്കുന്നതെന്നും പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാവോയിസ്റ്റ് അനുകൂല പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്ന് ഇരിട്ടി DYSP പ്രജീഷ് തോട്ടത്തിൽ, ഇരിട്ടി CIയുടെ ചുമതലയുള്ള മട്ടന്നൂർ CI AV ജോൺ, കരിക്കോട്ടക്കരി SI K സുധീർ, രഹസ്യാന്വേഷണ വിഭാഗം തുടങ്ങിയവർ ഇന്ന് രാവിലെ സ്ഥലത്തെത്തി. 2 മാസം മുമ്പ് ഉരുപ്പുംകുറ്റി ഏഴാംകടവിൽ വീടുകളിൽ സായുധ മാവോയിസ്റ്റ് സംഘം എത്തിയിരുന്നു. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ നഴ്സുമാരുടെ സമരം ശക്തമായി തുടരുന്നു. കളക്ടറുടെ ഉത്തരവിൽ പ്രതിഷേധിച്ച് നഴ്സിംഗ് വിദ്യാർത്ഥികൾ കളക്ടറേറ്റ് ഉപരോധിച്ചു. കളക്ടറുടെ ഉത്തരവിനെതിരെ CPIയും ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലും രംഗത്ത്. ഭരണശ്ശേരി മേഖലയിൽ ചുഴലിക്കാറ്റ്, നിരവധി മരങ്ങൾ കടപുഴകി. സെമിത്തേരി ചാപ്പലിന്റെ മേൽക്കുര പറന്നുപോയി. മരം വീണ് ജില്ലാശുപത്രി റോഡിൽ മണിക്കൂറുകളോളം ഗതാഗത സ്തംഭനം. ഇരിട്ടി അങ്ങാടിക്കടവിൽ മാവോയിസ്റ്റ് പോസ്റ്ററുകൾ. പോസ്റ്ററിൽ ക്വാറികൾക്കും ഭരണകൂടത്തിന്റെ ജനവിരുദ്ധ നടപടികൾക്കുമെതിരെ സായുധ പോരാട്ടത്തിന് ആഹ്വാനം. പോലീസ് അന്വേഷണം തുടങ്ങി. ITM College of Arts and Science, പാവന്നൂർ മൊട്ട, മയ്യിൽ. ഫോൺ 0460227766. GTech Computer Education, കൗസര കോംപ്ലക്സ്, കാൾടെക് ജംഗ്ഷൻ, കണ്ണൂർ. GTechൽ പഠിച്ചാൽ ജോലിയുമുണ്ട്, വാല്യൂമുണ്ട്. ആപ്തശ്രീ ആയുർവേദിക് ഹോസ്പിറ്റൽ നിയർ ഇളയാവൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, കണ്ണൂത്തുംചാൽ, കണ്ണൂർ. ഫോൺ 049727273669. സാന്ത്വനത്തിന്റെ തൂവൽ സ്പർശവുമായി കർമ്മനിരതരായി നിങ്ങൾക്ക് വേണ്ടി എന്നും എപ്പോഴും AKG സ്മാരക സഹകരണ ആശുപത്രി, തളാബ്, കണ്ണൂർ. ഓറഞ്ച് ഡോർസ് കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ബിൽഡിംഗ്, മേലച്ചുവ, കണ്ണൂർ. ബ്രാഞ്ചസ് കൂത്തുപറമ്പ, അണ്ടലൂർക്കാവ്. ലുലു സാരീസ്, താവക്കര റോഡ്, കണ്ണൂർ. AVK നായർ റോഡ്, തലശ്ശേരി. ലുലു ഗോൾഡ്, താവക്കര റോഡ്, കണ്ണൂർ. AVK നായർ റോഡ്, തലശ്ശേരി. GITD കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിങ്ങളുടെ ടൗണിലും. ഉന്നത വിജയത്തിന് ഇനി ആശങ്കകളില്ല. നളന്ദ കോളേജ്, ഏച്ചൂർ. ഭീമ, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് സുൽത്താൻ ബത്തേരി. കെമിസ്റ്റ് ഹോസ്പിറ്റൽ, ജോൺ മിൽ റോഡ്, സൗത്ത് ബാസാർ, കണ്ണൂർ. ബോബി ജെമനൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. ഓരോരുത്തരുടെയും ബജറ്റിന് അനുയോജ്യമായവ. ലിലി സാരീസ്, ഫോർട്ട് റോഡ്, കണ്ണൂർ. വീവിംഗ് ഡ്രീം. സുശീല ഓട്ടോ ഗാരേജ് ആൻഡ് വർക്ക്ഷോപ്പ്, തോട്ടട. ഫോൺ 0497283509. സിൽക്ക് സാരി സെയിൽ 2017 ഏറ്റവും പുതിയ കളക്ഷനുകൾ 10 മുതൽ 50% വരെ വിലക്കുറവിൽ. ഇപ്പൊ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. DTPCയുടെ നേതൃത്വത്തിൽ ജൂലൈ 30-ന് വൈതൽമലയിൽ വെർട്ടിക്കൽ മാരത്തോൺ സംഘടിപ്പിക്കുമെന്ന് DTPC ചെയർമാൻ കൂടിയായ കളക്ടർ മീർ മുഹമ്മദ് അലി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വെർട്ടിക്കൽ മാരത്തോണിന്റെ പോസ്റ്റർ പ്രകാശനം PR ചേംബറിൽ കളക്ടർ നിർവഹിച്ചു.
ജൂലൈ 30 രാവിലെ 11:30 പൈതൽമലയിലെ പൊട്ടൻപ്ലാവ് ചർച്ച് പരിസരത്ത് നിന്ന് ആരംഭിച്ച് DTPCയുടെ ടൂറിസ്റ്റ് റിസോർട്ടിൽ അവസാനിക്കുന്ന രീതിയിലാണ് മാരത്തൺ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ജില്ലയിൽ ഇത്തരമൊരു ടൂറിസം പ്രൊമോഷൻ പരിപാടി നടക്കുന്നത് ആദ്യമായാണെന്ന് കളക്ടർ മിർ മുഹമ്മദ് അലി പറഞ്ഞു. So it's going to be a very challenging marathon. Will be first of its kind in Kannur, and adinte oru prize money also we have agreed for around 10,000 will be the first prize, 8,000 second, and 6,000 will be the third prize. Details have been given over there. Bahamapatta KC Joseph MLA will be there, our MP will be there, and the SP and IG also have consented to participate. ജില്ലയിലെ വിനോദസഞ്ചാര സാധ്യതകളുള്ള പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ് പൈതൽമല. ഇവിടേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെ എത്തിക്കുകയാണ് പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത്. മാരത്തണിൽ പങ്കെടുക്കുന്നവർക്ക് ആരോഗ്യ സുരക്ഷാ സഹായങ്ങൾ നൽകുന്നതിന് സംവിധാനമൊരുക്കും. ജില്ലയിലെ മറ്റു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കും. ഓഗസ്റ്റ് അവസാനത്തോടെ മുഴപ്പിലങ്ങാട് ബീച്ചിൽ 9 കിലോമീറ്റർ ദൂരത്തിൽ മാരത്തൺ സംഘടിപ്പിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായും ജില്ലാ കളക്ടർ പറഞ്ഞു. ദളിത് ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ മുസ്ലിം ലീഗിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കാൽടെക്സിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് VK അബ്ദുൽ ഖാദർ മൗലവി ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് ദേശീയ ക്യാമ്പയിന്റെ ഭാഗമായി മുനിസിപ്പൽ, പഞ്ചായത്ത് മേഖലാ തലങ്ങളിലാണ് പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചത്. ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഭരണാധികാരികൾ തന്നെ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയാണെന്ന് VK അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞു. മത ചിന്തകൾക്കതീതമായി, വർണ്ണ വിവേചനത്തിനതീതമായി ഇന്ത്യക്കാരെല്ലാം ഒറ്റക്കെട്ടായി മഹാത്മാഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അണിനിരുന്നതിന്റെ ഫലമായിട്ടാണ് വെള്ളക്കാരും ഇന്ത്യ വിട്ടോടിയത്. ആ പൈതൃകമാണ് ഇന്ത്യയുടെ പൈതൃകം. ആ പൈതൃകമാണ് ഇന്ത്യയുടെ സ്വത്ത്. ആ സ്നേഹപ്രകടനമാണ് ഇന്ത്യയുടെ അമൂല്യമായ നീതി. TK നൌഷാദ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ സുബീർ, അഷ്റഫ് ബംഗാളി മൊഹല്ല, ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു. മുസ്ലിം ലീഗ് പോഷക സംഘടനാ ഭാരവാഹികളും നേതാക്കളും വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന പ്രതിഷേധ സായാഹ്നത്തിൽ സംസാരിച്ചു. പ്രദേശവാസികളായ കുട്ടികൾക്ക് നീന്തൽ പഠിക്കാനും ജലസംരക്ഷണത്തിനുമായി തന്റെ സ്വന്തം വീട്ടുപറമ്പിൽ ഒരു കുളം നിർമ്മിച്ച് മാതൃകയാവുകയാണ് എളയാവൂർ കുനിയിൽ വീട്ടിൽ സുദീപും കുടുംബവും. തന്റെ വീട് നിർമ്മാണത്തിനൊപ്പമാണ് 3 ലക്ഷം രൂപ ചെലവിൽ സുദീപ് കുളം നിർമ്മിച്ചത്. വീടെടുക്കുമ്പോൾ അതിനോട് ചേർന്നൊരു കുളവും. ഇതായിരുന്നു കുനിയിൽ സുദീപിന്റെ ആഗ്രഹം. വീട് സ്വകാര്യ ആവശ്യത്തിനാണെങ്കിൽ കുളം ജലസംരക്ഷണത്തിനും പരിസരത്തെ കുട്ടികൾക്ക് നീന്തൽ പഠിക്കാനും വേണ്ടിയാണ്. സുദീപിന്റെ ഈ ആഗ്രഹത്തിന് വീട്ടുകാരും സുഹൃത്തുക്കളും പൂർണ്ണ പിന്തുണ നൽകിയതോടെ വീടിനൊപ്പം കുളവും യാഥാർത്ഥ്യമായി. മഴവെള്ള സംരക്ഷണത്തിനും കുട്ടികളുടെ നീന്തൽ പഠനത്തിനുമായി നിർമ്മിച്ച ഈ കുളം എന്തുകൊണ്ടും മാതൃകാപരമാണെന്ന് കൗൺസിലർ പ്രേമജ പറഞ്ഞു. ഇപ്പം പ്രദീപനയുടെ ഒരു നല്ലൊരു ഇത് തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. കാരണം നീന്തലറിയാതെ കുട്ടികൾക്ക് നീന്തൽ പഠിക്കാനുള്ള ഒരു നല്ലൊരു സൗകര്യമാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്. നന്നേ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നെ സംബന്ധിച്ച് ഞാനും ഇതേപോലെ തന്നെ ഒരു 8 വയസ്സ് ആ പ്രായത്തിൽ നീന്തൽ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ മോനെയും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ കുട്ടികൾക്ക് ഒരു വ്യായാമം കൂടിയാണ് നീന്തൽ പരിശീലനം. 6 അടി താഴ്ചയിൽ 20 മീറ്റർ ചുറ്റളവിൽ കൽപ്പടവുകളോടെ തീർത്ത കുളത്തിന് 3 ലക്ഷം രൂപയാണ് ചിലവഴിച്ചത്. കുളത്തിനെ കുറിച്ച് സുദീപിന്റെ സഹോദരൻ കുനിയിൽ പ്രദീപൻ. നമ്മൾ ഈ വീടെടുക്കുമ്പോൾ ഒരു തോടിൻ്റെ കരക്ക് വെള്ളമുള്ള സ്ഥലത്താണ് നമ്മൾ വീടെടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് വിചാരിച്ച് ഈ പ്രകൃതിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു സൗന്ദര്യത്തിൽ ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ ഇവിടെ വെള്ളം നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ വെള്ളം നിൽക്കുന്ന സ്ഥലം നമ്മൾ നികത്തുന്ന സമയത്ത് പ്രാദേശികമായിട്ടുള്ള ഒരു കുളം നമുക്ക് ഒരു ചിന്തിക്കുക, അങ്ങനെ ആണ് ഈ കുളം ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഈ കുളം ഉണ്ടാകുന്ന ഉദ്ദേശം തന്നെ നമ്മളെ ഈ പ്രദേശത്തുള്ള മുഴുവൻ പബ്ലിക്കായിട്ട് കൊടുക്കാനുള്ള അത്രയും സൗകര്യമില്ല. എങ്കിലും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികൾ, ഇപ്പോൾ ഉദാഹരണം ഞാനടക്കം ഈ കുളം നിർമ്മിച്ചതിന് ശേഷമാണ് ഈ പ്രായത്തിലാണ് നീന്തം പഠിച്ചത്. ഇന്ന് ആഡംബരത്തിന് വേണ്ടി എൻഫീൽഡ് വണ്ടിയെടുത്ത് പോകുന്ന സമയത്ത് സ്വന്തമായുള്ളൊരു യൂസേജ് മാത്രമേ വരുന്നുള്ളൂ. ഇതിപ്പോൾ നമ്മളെ കുട്ടികൾക്ക് നീന്തം പഠിക്കാനുള്ള ഏറ്റവും നല്ല അവസരം ഉണ്ടായിട്ടുണ്ട്. സുദീപിന്റെ ഗൃഹപ്രവേശം കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞത്. ഗൃഹപ്രവേശനത്തിന് വന്നവരെല്ലാം കുളം സന്ദർശിച്ച ശേഷമാണ് മടങ്ങിയത്. മകന്റെ ആഗ്രഹം സഫലമായതിനാൽ അമ്മ രോഹിണിക്കും സന്തോഷമേറെയാണ്. എല്ലാ
കുളവ് ഉണ്ടാക്കണമെന്ന് പ്രദീപൻ പറയുന്നു, കുളവ് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ എൻ്റെ മോനെ എന്ത് കുളവ് ഉണ്ടാക്കി, നീ എങ്ങനെ കുളമാക്കും, അനക്കൊരു കുളം ആക്കണം എന്ന് പറഞ്ഞു. ആ പറഞ്ഞ് കുളം അവനാക്കുകയും ചെയ്തു. കുളമാക്കി അവൻ നീന്തലും പഠിച്ച്. രാഘവൻ, രമേശൻ, ധനേഷ്, രാധാകൃഷ്ണൻ, നിഷ, ഷീബ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നിർമ്മാണ പ്രവൃത്തി. മഴക്കാലത്ത് ടെറസിൽ നിന്ന് വരുന്ന മഴവെള്ളം കുളത്തിലെത്തുന്നതിന് പ്രത്യേക സംവിധാനവും ഉണ്ട്. കുളത്തിൽ പരിധിയിൽ അധികം വരുന്ന വെള്ളം ഒഴുക്കിവിടാനും സംവിധാനമുണ്ട്. കുളത്തിനടിയിൽ ഇന്റർലോക്ക് ചെയ്തതിനാൽ ചളി കെട്ടിക്കിടക്കില്ല. സമീപത്തെ വീടുകളിലെ കുട്ടികൾ നീന്തൽ അഭ്യസിക്കുന്നതിന്റെ തിരക്കിലാണിപ്പോൾ. കുളം കാണാനും സെൽഫി എടുക്കാനും ഇവിടെ എത്തുന്നവരുടെ എണ്ണവും കുറവല്ല. മാലൂർ ശിവപുരത്തെ മെഡിക്കൽ വിദ്യാർത്ഥിനി ഷംന തസ്നീം മരിച്ചത് ചികിത്സയിലെ പിഴവ് കൊണ്ടാണെന്ന് ക്രൈംബ്രാഞ്ച് മെഡിക്കൽ അപെക്സ് റിപ്പോർട്ടുകൾ. ഷംനയെ കുത്തിവെച്ച നഴ്സ് മുതൽ കോളേജ് പ്രിൻസിപ്പൽ വരെയുള്ള 15 പേർ മരണത്തിന് ഉത്തരവാദികളാണ്. ഷംന മരിച്ചിട്ട് ഇന്നേക്ക് 1 വർഷം തികയുമ്പോഴും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. 2ാം വർഷ MBBS വിദ്യാർത്ഥിനിയായിരുന്നു ഷംന തസ്നീം. കഴിഞ്ഞ വർഷം ജൂലൈ 17-നാണ് പനിയും തൊണ്ടവേദനയുമായി ആദ്യം ചികിത്സ തേടിയത്. 18-ന് പനി കുറയാതെ വീണ്ടും എത്തിയപ്പോൾ അലർജി സാധ്യതയുള്ള മാരകമായ ആന്റിബയോട്ടിക് കുത്തിവെച്ചു. ഇഞ്ചക്ഷൻ എടുത്തയുടൻ ഷംന കുഴഞ്ഞു വീണു. ബോധം മറഞ്ഞ ഷംനയെ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരിച്ചു. ചികിത്സയിലെ പിഴവ് മൂലമാണ് മകൾ മരിച്ചതെന്ന് കാണിച്ച പിതാവ് അബൂട്ടി അടുത്ത ദിവസം പോലീസിൽ പരാതി നൽകിയിരുന്നു. ജനറൽ മെഡിസിൻ വകുപ്പ് മേധാവി ഡോക്ടർ ജിൽസ് ജോർജ്, അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കൃഷ്ണമോഹൻ എന്നിവരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളാണ് ഷംനയുടെ മരണത്തിലേക്ക് നയിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കുത്തിവയ്പ്പെടുത്ത നഴ്സ് മുതൽ കോളേജ് പ്രിൻസിപ്പൽ വരെയുള്ള 15ഓളം പേർ ചികിത്സാ പിഴവിൽ പങ്കാളികളാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഡിവൈഎസ്പി KA ശശിധരന്റേതാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട്. സംസ്ഥാനതല മെഡിക്കൽ അപെക്സ് ബോഡി ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് ശരിവച്ചു. 2 റിപ്പോർട്ടുകളും സർക്കാരിന് സമർപ്പിച്ച 2.5 മാസമായിട്ടും തുടർ നടപടികൾ ഉണ്ടായില്ല. ഷംനയുടെ പിതാവ് KA അബൂട്ടി വിവരാവകാശ നിയമപ്രകാരം സമർപ്പിച്ച അപേക്ഷയിലാണ് വിശദാംശങ്ങൾ ലഭിച്ചത്. കേന്ദ്ര വിദ്യാലയ സംഘടനയുടെ നേതൃത്വത്തിൽ സ്കൗട്ട് വിദ്യാർത്ഥികൾക്കായുള്ള രാജ്യ പുരസ്കാർ ടെസ്റ്റിംഗ് ക്യാമ്പിന് കണ്ണൂരിൽ തുടക്കമായി. കേന്ദ്ര വിദ്യാലയ ടെറിട്ടോറിയലിൽ നടക്കുന്ന ക്യാമ്പ് വിശിഷ്ട സേവാ മെഡൽ ചെയർമാൻ കേണൽ അജയ് ശർമ്മ ഉദ്ഘാടനം ചെയ്തു. എറണാകുളം, ചെന്നൈ, കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ കേരളത്തിൽ നിന്നായി 141 കുട്ടികളാണ് രാജ്യ പുരസ്കാർ എഴുതുന്നത്. ചെന്നൈയിൽ നിന്നും 133 പേരാണ് ഉള്ളത്. പ്രിൻസിപ്പൽ ടി മുരളീധരൻ, ലീഡർ ഓഫ് ക്യാമ്പ് ക്യാപ്റ്റൻ മസ്താൻ, കമ്മീഷണർ ദീപ്തി നായർ, വൈസ് പ്രിൻസിപ്പൽ VK സുധീന തുടങ്ങിയവർ സംസാരിച്ചു. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ 1ാം വർഷ MBBS വിദ്യാർത്ഥികളുടെ പ്രവേശനം റെഗുലറൈസ് ചെയ്യണമെന്ന് പാരന്റ്സ് അസോസിയേഷൻ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മോഡൽ പരീക്ഷകളും പ്രായോഗിക പരീക്ഷകളും പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളെ ആരോഗ്യ സർവകലാശാലയുടെ പരീക്ഷ എഴുതാൻ അനുവദിക്കണം. അർഹരായവരെ പഠിപ്പിക്കാനും അനർഹരെ മാറ്റി നിർത്താനും ഹൈക്കോടതി മേൽനോട്ട സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു. എന്നാൽ മേൽനോട്ട സമിതിയാവട്ടെ പരിശോധന നടത്താൻ പറ്റില്ലെന്ന് പറഞ്ഞ് എല്ലാവരെയും പുറത്താക്കി. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. കേരള അഡ്വർടൈസിംഗ് ഏജൻസി അസോസിയേഷൻ കണ്ണൂർ കാസർഗോഡ് സോണിന്റെ ആഭിമുഖ്യത്തിൽ GST സെമിനാർ സംഘടിപ്പിച്ചു. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിൽ അഡ്വക്കേറ്റ് K ബാബു ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ സോൺ പ്രസിഡന്റ് രാജീവൻ എളിയാവൂർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് വിജയകുമാർ, മഹേഷ് മാറോളി, ഷിജിൻ ദാസ്, VV രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. നിങ്ങളെ മാച്ചിങ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് 10-ാം തീയതി നിങ്ങളുടെ സെയിൽസിന്റെ അല്ലെങ്കിൽ സപ്ലൈ ഔട്ട്വേർഡ് സപ്ലൈന്റെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? പിന്നെ 12-ാം തീയതി റിപ്പോർട്ട് വരുന്നു, 15-ാം തീയതി ഔട്ട്വേർഡ് സപ്ലൈ ഇൻവേർഡ് സപ്ലൈ കാണിക്കുന്നു, 17-ന് റിപ്പോർട്ട് വരുന്നു, 20-ാം തീയതി എല്ലാം റെക്ടിഫൈ ചെയ്യുന്നു, 20-ാം തീയതി റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നു. അവസാനമായി അറിയിപ്പുകൾ. കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ബസ് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡറെയും ക്ലീനർ കം ഓഫീസ് അറ്റൻഡറെയും താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് 21-ന് 11 മണിക്ക് കോളേജിൽ അഭിമുഖം നടക്കും. യോഗ്യതയും പരിചയവും തെളിയിക്കുന്ന രേഖകൾ സഹിതം ഹാജരാകണം. SN കോളേജിൽ കോമേഴ്സ്, ബോട്ടണി വിഷയങ്ങളിൽ DP ഒഴിവുകളിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് അസിസ്റ്റന്റ് പ്രൊഫസർമാരെ നിയമിക്കുന്നു. UGC അനുശാസിക്കുന്ന യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 28-ന് 11 മണിക്ക് കോളേജിൽ അഭിമുഖത്തിന് ഹാജരാകണം. സ്പോർട്സ് ഡെവലപ്മെന്റ് ട്രസ്റ്റ് ഫുട്ബോൾ ടീമിലേക്ക് കളിക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് 22-ന് 2:30-ന് കലക്ട്രേറ്റ് മൈതാനത്ത് സെലക്ഷൻ ട്രയൽസ് നടക്കും. 18-നും 25-നും ഇടയിൽ പ്രായമുള്ളവർ കിറ്റ് സഹിതം എത്തണം. ബന്ധപ്പെടേണ്ട നമ്പർ 8129 772579.
ഓണക്കാലത്ത് എക്സ്ഗ്രേഷ്യ ധനസഹായം ലഭിക്കാൻ അർഹരായ തിരുവേപ്പതി മിൽസിലെ തൊഴിലാളികൾ ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, ആധാർ കാർഡ് പകർപ്പ് എന്നിവ ലേബർ ഓഫീസിൽ ഹാജരാക്കണം. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സമ്പൂർണ്ണ ഭവന പദ്ധതിയായ ലൈഫ് മിഷന്റെ സർവേ പൂർത്തീകരിച്ച അർഹരായവരുടെ പട്ടിക 30-ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രസിദ്ധീകരിക്കും. ഇതിൽ ആക്ഷേപമുള്ളവർക്ക് ഓഗസ്റ്റ് 10-ന് മുൻപ് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാർ മുൻപാകെ അപേക്ഷ സമർപ്പിക്കാം. കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷന്റെ വാർഷിക പദ്ധതിയിൽ വ്യക്തിഗത ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്ന തീയതി 25 വരെ നീട്ടി. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ 26-ന് നടത്താനിരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായുള്ള ഓംബുഡ്സ്മാൻ സിറ്റിംഗ് മാറ്റിയതായി സെക്രട്ടറി അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ നഴ്സുമാരുടെ സമരം ശക്തമായി തുടരുന്നു. കളക്ടറുടെ ഉത്തരവിൽ പ്രതിഷേധിച്ച് നഴ്സിംഗ് വിദ്യാർത്ഥികൾ കളക്ടറേറ്റ് ഉപരോധിച്ചു. കളക്ടറുടെ ഉത്തരവിനെതിരെ CPI-യും ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലും രംഗത്ത്. ഭരണശ്ശേരി മേഖലയിൽ ചുഴലിക്കാറ്റ്, നിരവധി മരങ്ങൾ കടപുഴകി. സെമിത്തേരി ചാപ്പലിന്റെ മേൽക്കുര പറന്നുപോയി. മരം വീണ് ജില്ലാശുപത്രി റോഡിൽ മണിക്കൂറുകളോളം ഗതാഗത സ്തംഭനം. ഇരിട്ടി അങ്ങാടിക്കടവിൽ മാവോയിസ്റ്റ് പോസ്റ്ററുകൾ. പോസ്റ്ററിൽ ക്വാറികൾക്കും ഭരണകൂടത്തിന്റെ ജനവിരുദ്ധ നടപടികൾക്കുമെതിരെ സായുധ പോരാട്ടത്തിന് ആഹ്വാനം. പോലീസ് അന്വേഷണം തുടങ്ങി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.